നമസ്കാരം. കേരള ടൈംസ് വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. SNDP യോഗം മൈക്രോ ഫിനാൻസ് മുൻ കോർഡിനേറ്റർ മഹേശന്റെ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് VM സുധീരൻ മുഖ്യമന്ത്രിക്ക് വീണ്ടും കത്തയച്ചു. കത്തിന്റെ പകർപ്പ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും കൈമാറി. വെള്ളാപ്പള്ളി നടേശൻ നിയമ സംവിധാനത്തെ പരസ്യമായി വെല്ലുവിളിക്കുകയാണെന്നും ഭരണ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കണമെന്നും മുൻ മന്ത്രിയും സ്പീക്കറുമായിരുന്ന സുധീരൻ ആവശ്യപ്പെട്ടു. അതേസമയം ജീവനൊടുക്കിയ മഹേശനെയും VM സുധീരനെയും വിമർശിച്ചും ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമികളെ തള്ളിയും വെള്ളാപ്പള്ളിയുടെ മകനും BDJS നേതാവുമായ തുഷാർ വെള്ളാപ്പള്ളി രംഗത്ത് വന്നു. മഹേശനെതിരായ വെള്ളാപ്പള്ളിയുടെ അധിക്ഷേപങ്ങൾ ആവർത്തിച്ച തുഷാർ കള്ളനെ കള്ളൻ എന്നല്ലാതെ എന്തു പറയണമെന്ന് പരിഹാസ ചോദ്യമുന്നയിച്ചു. കൊടുങ്ങല്ലൂർ സേവാഭാരതി മാനവ സേവാ കേന്ദ്രം വാർഷിക പൊതുയോഗത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സേവാഭാരതി സൊസൈറ്റി പ്രസിഡന്റ് രാജു ഈശ്വരമംഗലത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വാർഷിക പൊതുയോഗത്തിൽ RSS ഗണ്ട് ചാലക് ON ഉണ്ണികൃഷ്ണൻ സേവാ സന്ദേശം നൽകി. അബാക്കസിൽ ദേശീയ തലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ അവന്തികയ്ക്കും MG സർവകലാശാല സംസ്കൃതം 3ാം റാങ്ക് നേടിയ അനുപമയ്ക്കും പുരസ്കാരം നൽകി അനുമോദിച്ചു. നഗരസഭ കൗൺസിലർ TS സജീവൻ സമ്മാനദാനം നിർവഹിച്ചു. മാനവ സേവാകേന്ദ്രം പ്രസിഡന്റ് OP സുരേഷ്, രാധിക അജിത് കുമാർ, KS കണ്ണൻ, PK രാധാകൃഷ്ണൻ, ചിത്ര ലക്ഷ്മി നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. എറിയാട് GKVHS അലുമിനി അസോസിയേഷന്റെയും മണപ്പാട്ട് ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അക്കാദമിക് എക്സലൻസ് അവാർഡ് വിതരണം ചെയ്തു. പഞ്ചായത്ത് മെമ്പർ കൊച്ചലീമ, സ്കൂൾ പ്രധാനാധ്യാപിക ലാലി ടീച്ചർ, PTA പ്രസിഡന്റ് റഹീം, ശ്രീകല, ഫൈസൽ വലിയറ, ഗതിജാബി KA, സിദ്ദിഖ് കടമ്പുട്ട്, ചന്ദനലാൽ, നസീർ മാടവന എന്നിവർ പ്രസംഗിച്ചു. മറിയൂർ സഗീർ സ്വാഗതവും EV രമേശൻ നന്ദിയും പറഞ്ഞു. SSLC +2 വിദ്യാർത്ഥികളിൽ ഫുൾ A+ കരസ്ഥമാക്കിയവർക്കാണ് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും മെഡലും അടങ്ങുന്ന എക്സലൻസ് അവാർഡ് നൽകിയത്. ആതുര സേവന രംഗത്ത് കച്ചവട മനോഭാവം കടന്നുവരുന്നത് ആശങ്കാജനകമെന്ന് CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ അഭിപ്രായപ്പെട്ടു. AITUC തൃശൂർ ജില്ലാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് വീൽ ചെയറുകളും കിടക്കവിരികളും മറ്റും വിതരണം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ വളർച്ചയ്ക്കും നേട്ടങ്ങൾക്കും കാരണം കേരളത്തിലെ ശക്തമായ പൊതുമേഖലാ സംവിധാനവും സ്വകാര്യ മിഷണറി സ്ഥാപനങ്ങളുമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ അടുത്ത കാലത്തായി വിദേശ ശക്തികൾ ഈ മേഖല കൈയടക്കാൻ ശ്രമിക്കുന്നത് ആശങ്കാജനകമാണെന്നും ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. TK സുധീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആശുപത്രി സ്റ്റാഫ് കൗൺസിൽ അംഗം ഡോക്ടർ അരുൺ K ഐപ്പ്, നഴ്സിംഗ് സൂപ്രണ്ട് TA ലത, നഴ്സിംഗ് ഓഫീസർ KT പ്രീതി, അജിത് എന്നിവർ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. P മണി, NK ഉദയപ്രകാശ്, AR റസിൽ, KV രാമകൃഷ്ണൻ, KS പ്രസാദ്, മോഹനൻ വലിയാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. KK ശിവൻ സ്വാഗതവും വർദ്ധനൻ പുളിക്കൽ നന്ദിയും പറഞ്ഞു. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ് ഗണിത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഷെറിൻ ജോസഫ് ഗണിതശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി. കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും നേടിയ ഡോക്ടറേറ്റ് അതേ സ്ഥാപനത്തിലെ പ്രൊഫസർ സത്യാനന്ദ പാണ്ഡെയുടെ മേൽനോട്ടത്തിലാണ് നേടിയത്. പാവറട്ടി തരകൻ ജോസ് മറിയാമ്മ ദമ്പതികളുടെ മകളും താമരച്ചാൽ വെമ്പിള്ളി ഷിജോ തോമസിന്റെ ഭാര്യയുമാണ് ഷെറിൻ ജോസ്. കേരള ടൈംസ് കുടുംബത്തിന്റെ ഭാവുകങ്ങൾ. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സീനിയർ ഫെലോഷിപ്പ് ഇരിങ്ങാലക്കുടയിലെ കലാനിലയം ഗോപി ആശാന്. സാംസ്കാരിക രംഗത്തെ മികച്ച വ്യക്തികൾക്ക് നൽകി വരുന്ന കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സീനിയർ ഫെലോഷിപ്പ് കഥകളി രംഗത്ത് 5 പതിറ്റാണ്ട് പിന്നിട്ട കലാനിലയം ഗോപി ആശാന് 2 വർഷത്തേക്കാണ് ഫെലോഷിപ്പ്. കലാനിലയം ഗോപി ആശാന് കേരള ടൈംസ് കുടുംബത്തിന്റെ അഭിനന്ദനങ്ങൾ. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവായ ബാലതാരം ഡാവിഞ്ചിക്ക് KSCBയുടെ സ്നേഹാദരം.
വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ പാലപ്രക്കുന്നിൽ ഡാവിഞ്ചിയുടെ വീടിന് മുൻവശത്തുള്ള KSEB ട്രാൻസ്ഫോമറിനാണ് ഈ അപൂർവ നാമകരണം ചെയ്തത്. വൈദ്യുത ഉപകരണത്തിന് ബാലതാരത്തിന്റെ പേര് നൽകി ആദരിക്കുന്നത് ഇതാദ്യമാണ്. 3 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ പല്ലൊട്ടി 90 കിഡ്സ് എന്ന ചിത്രത്തിലെ ശ്രദ്ധേയ പ്രകടനത്തിലൂടെയാണ് ഡാവിഞ്ചി ഈ നേട്ടം കൈവരിച്ചത്. മികച്ച ചിത്രം, മികച്ച ഗാനരചന, മികച്ച ബാലതാരം എന്നീ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ചിത്രത്തിലെ മികച്ച ബാലതാരം ഡാവിഞ്ചിയാണ്. ലോനപ്പന്റെ മാമോദിസ, തൊട്ടപ്പൻ, വരയൻ, രേഖാചിത്രം തുടങ്ങി 20-ൽ പരം ചിത്രങ്ങളിൽ അഭിനയിച്ച ഡാവിഞ്ചിക്ക് മികച്ച ടെലിവിഷൻ ബാലതാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഡാവിഞ്ചിക്ക് കേരള ടൈംസ് കുടുംബത്തിന്റെ ഭാവുകങ്ങൾ. ചാലക്കുടിയിൽ തെരുവ് നായ്ക്കളുടെ തേരോട്ടം. ചാലക്കുടിയുടെ പൈതൃക റോഡായ പാലസ് റിംഗ് റോഡിൽ തെരുവ് നായകൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ മാതൃകാപരമായ ആശുപത്രിയായ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി, ഗേൾസ് ഹൈസ്കൂൾ, ലക്ഷ്മി കോളേജ്, അമിറ്റി കോളേജ്, ശ്രീകൃഷ്ണ ക്ഷേത്രം തുടങ്ങിയുള്ള പാലസ് റോഡിലും തെരുവ് നായ്ക്കൾ സ്കൂൾ വിട്ട പോലെയാണ് യാത്ര. അതുപോലെ തന്നെ ഇറിഗേഷൻ ക്വാർട്ടേഴ്സ് റോഡിൽ കാൽനട യാത്രക്കാർക്ക് യാത്ര ദുസ്സഹമായിരിക്കുകയാണ്. കാർമൽ സ്കൂൾ, NSS സ്കൂൾ, സർക്കാർ ITI, സേക്രഡ് ഹെഡ് കോളേജ് എന്നിവിടങ്ങളിലേക്കുള്ള ഈ വഴിയിൽ തെരുവ് നായ്ക്കളുടെ അതിപ്രസരമാണ്. മുതിർന്നവർ തന്നെ പേടിച്ചു പോകുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ കാര്യം ആലോചിക്കാനേ വയ്യ. അധികൃതർ ശ്രദ്ധിക്കണമെന്ന് പാലസ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ അധികൃതരോട് ആവശ്യപ്പെട്ടു. വിൽസൺ കല്ലൻ, റാഫി ദേവസി, ശശിധരൻ P, പ്രഭ PB, രമേശ് KG തുടങ്ങിയവർ പ്രസംഗിച്ചു. ചാലക്കുടി നഗരസഭ നന്മ ലഹരി പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി എക്സൈസ് റേഞ്ച് വിമുക്തിയുമായി സഹകരിച്ച് ലോക ലഹരി വിരുദ്ധ ദിനാചരണം വിപുലമായി സംഘടിപ്പിക്കുമെന്ന് ചാലക്കുടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ആലിസ് ഷിബു അറിയിച്ചു. 2026 ജൂൺ 26 വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 ലഹരി വിരുദ്ധ ബോധവൽക്കരണ വിളംബര ബൈക്ക് റാലി ചാലക്കുടി കലാഭവൻ മണി പാർക്കിൽ നിന്നും തുമ്പൂർ മുഴിയിലേക്ക് നടത്തും. ജൂൺ 27 ശനിയാഴ്ച വൈകിട്ട് 3:30 ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്ന സന്ദേശവുമായി 3 പേരടങ്ങുന്ന ടീമുകളുടെ ഫുട്ബോൾ ഷൂട്ടൌട്ട് മേള സംഘടിപ്പിക്കും. വിവിധ വകുപ്പ് പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, കലാകായിക സാംസ്കാരിക റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ, രാഷ്ട്രീയ പാർട്ടികൾ, കുടുംബശ്രീ, സന്നദ്ധ സംഘടനകൾ, മാധ്യമ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള വനിതാ പുരുഷ ടീമുകൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കീം പരീക്ഷാഫല പ്രഖ്യാപനം ജൂൺ മാസം 26-ന്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ ഇന്നലെ നടത്താനിരുന്ന സംസ്ഥാനത്തെ കീം പരീക്ഷാഫലം പ്രഖ്യാപനം മാറ്റിവെച്ചു. ഫലപ്രഖ്യാപനം ജൂൺ മാസം 26-നാണ് നടത്തുക. CBSE റിവാലുവേഷൻ മാർക്ക് കൂടി പരിഗണിച്ച റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിച്ചതിനു ശേഷമാണ് ഫലം പുറത്തുവിടുക. CBSE +2 മൂല്യനിർണയ പരീക്ഷാഫലം ഇന്നലെ രാത്രിയോടെയാണ് പ്രഖ്യാപിച്ചത്. മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും അവസരം ഉറപ്പുവരുത്താനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഇതിനു പിന്നാലെയാണ് കീം പരീക്ഷാഫല പ്രഖ്യാപനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയത്. 1,00,000-ലധികം വിദ്യാർത്ഥികളാണ് ഇപ്രാവശ്യം കീം എൻട്രൻസ് പരീക്ഷ എഴുതിയത്. ദുബായ് ആസ്ഥാനമായ DP വേൾഡിന്റെ നിയന്ത്രണത്തിലുള്ള കൊച്ചി വല്ലാർപാടം അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ മെയ് മാസത്തിൽ ചരക്കു നീക്കത്തിൽ റെക്കോർഡിട്ടു. മെയ്യിൽ മാത്രം 77,637 TEU കണ്ടെയ്നറുകളാണ് തുറമുഖം കൈകാര്യം ചെയ്തത്. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങൾക്കിടയിലാണ് ഇത്രയും മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. ഈ വർഷം ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ ടെർമിനൽ ചരക്കു നീക്കത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4% വളർച്ച രേഖപ്പെടുത്തി. മറ്റു തുറമുഖങ്ങളിൽ നിന്ന് തിരിച്ചുവിട്ട ചരക്കുകൾ ഉൾപ്പെടെയുള്ള ട്രാൻസ്ഷിപ്മെന്റിൽ ഉണ്ടായ വർധനവും ഈ റെക്കോർഡ് നേട്ടത്തിന് കാരണമായി. മെയ് മാസത്തിൽ സാധാരണ ഷെഡ്യൂളുകൾക്ക് പുറമെ 17 അധിക കപ്പലുകൾ കൂടി ടെർമിനൽ വിജയകരമായി കൈകാര്യം ചെയ്തു. പ്രധാന അന്താരാഷ്ട്ര കപ്പൽ ചാലുകൾക്ക് സമീപം
തന്ത്രപ്രധാനമായ സ്ഥാനത്താണ് വല്ലാർപാടം തുറമുഖത്തിന്റെ സ്ഥാനം. ഓസ്ട്രിയയുടെ പ്രതിരോധം തകർത്ത് അർജന്റീനയ്ക്ക് 2ാം ജയം. മെസ്സി ഇരട്ട ഗോൾ നേടി. ഫിഫ ലോകകപ്പിൽ 2ാം ജയം സ്വന്തമാക്കി അർജന്റീന. എതിരില്ലാത്ത 2 ഗോളിനാണ് അർജന്റീനയുടെ ജയം. ലയണൽ മെസ്സിയാണ് ടീമിനായി 2 ഗോളും നേടിയത്. 38ാം മിനിറ്റിലാണ് ആദ്യ ഗോൾ പിറന്നത്. ഗോൾ രഹിതമായി തുടർന്ന 2ാം പകുതിയുടെ ഇഞ്ചുറി ടൈമിലാണ് മെസ്സിയുടെ 2ാം ഗോൾ എത്തിയത്. പ്രസ് ഗെയിമിങ്ങിലൂടെ അർജന്റീനയ്ക്ക് മത്സരം കഠിനമാക്കിയിരുന്നു ഓസ്ട്രിയയുടെ കളി. മത്സരത്തിന്റെ തുടക്കത്തിൽ ലഭിച്ച പെനാൽറ്റി മെസ്സി പാഴാക്കിയിരുന്നു. നിരവധി അവസരങ്ങൾ അർജന്റീനയ്ക്ക് ലഭിച്ചെങ്കിലും ഗോൾ നേടാൻ കഴിഞ്ഞില്ല. ലൗട്ടേറോ മാർട്ടിനസിനെ ഡിഫൻഡർമാർ വീഴ്ത്തിയതിന് കിട്ടിയ പെനാൽറ്റി മെസ്സി നേരത്തെ പുറത്തേക്കടിച്ച് പാഴാക്കിയിരുന്നു. മത്സരത്തിൽ ആദ്യ ഗോൾ നേടിയതോടെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമായി മെസ്സി മാറിയിരുന്നു. ജർമ്മനിയുടെ മിരോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡാണ് മെസ്സി മറികടന്നത്. 28 മത്സരങ്ങളിൽ നിന്നാണ് മെസ്സിയുടെ നേട്ടം. 24 മത്സരങ്ങളിൽ നിന്നാണ് മിറോസ്ലാവ് ക്ലോസെ 16 ഗോളുകൾ നേടിയത്. 2014 ഫൈനലിൽ അർജന്റീനയെ അധിക സമയത്ത് 1 ഗോളിന് തോൽപ്പിച്ച് കിരീടം നേടിക്കൊണ്ടാണ് ക്ലോസെ തന്റെ ലോകകപ്പ് യാത്ര അവസാനിപ്പിച്ചത്. ഖത്തറിൽ സ്വപ്ന സാക്ഷാത്കാരമാണ് പൂർത്തിയാക്കിയതെങ്കിൽ 2026 ലോകകപ്പിൽ അതിന്റെ തുടർച്ചയ്ക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നതെന്ന് ഊട്ടി ഉറപ്പിക്കുന്നതാണ് നിലവിലെ മെസ്സിപ്പടയുടെ പ്രകടനം. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയായി മുഹമ്മദ് നജിമുദ്ദീൻ IPS ചുമതലയേറ്റു. കേരള വാസ്തുവിദ്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ ആധുനികവും പൗരാണികവുമായ ഗൃഹരൂപകൽപ്പന എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല നടത്തി. തൃശൂർ PWD റെസ്റ്റ് ഹൗസിൽ നടന്ന ചടങ്ങിൽ കേരള ജ്യോതിഷ പരിഷത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U രഘുരാമൻ ഉദ്ഘാടനം ചെയ്തു. വാസ്തുവിദ്യ അക്കാദമി ചെയർമാൻ ഡോക്ടർ CS ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. P വിജയൻ മാസ്റ്റർ, വിനോദ് കുമാർ, ശലഭ TG, ആനന്ദൻ VM എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. വാസ്തുവിദ്യ അക്കാദമി മെമ്പർമാരുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് TG സോദരൻ അവാർഡുകൾ സമ്മാനിച്ചു. വാസ്തുവിദ്യ അക്കാദമി സെക്രട്ടറി ബിജു KS സ്വാഗതവും ട്രഷറർ വിജയകുമാർ PK നന്ദിയും പറഞ്ഞു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.